ഇന്നത്തെ നമ്മുടെ സെറ്റപ്പ് കൃഷി കാര്യങ്ങളിൽ ചെറുതേനെടുക്കലാണ്. അപ്പോൾ ചെറുതേൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ ചെറുതേനെടുക്കൽ തുടങ്ങി. നമുക്ക് കുറേ എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എടുത്ത് നോക്കാം. തുറക്കുവാണ്. എല്ലാ ദിവസവും ഒരേ കൃഷി കാര്യങ്ങളാണല്ലോ. നല്ല പിടിപ്പീരാണോ പിടിച്ചത്. നമ്മുടെ പഴയൊരു പൂച്ചട്ടിയായിരുന്നേ. ആ പൂച്ചട്ടിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു, തേനീച്ചങ്ങ് എടുത്ത് വെച്ചു. ഒരു കൂടി അങ്ങ് പാർത്തി വെച്ചാണേ. നല്ല തേനുള്ള ലക്ഷണമാണ്. തുറന്നു വാടാ. അയ്യോ, അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വല കെട്ടി സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. കാരണം ഇത് കൈ തൊടാതെ വേണം ഇത് തേനെടുക്കാനായിട്ട്. കൈ തൊട്ട് കഴിഞ്ഞാൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈർപ്പം ഈ തേനിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ മരുന്നിനൊക്കെ അല്ലേ വാങ്ങിക്കുന്നത്. അത് കുടിക്കാൻ വേണ്ടി ആരും അങ്ങനെ ചെറുതേൻ വാങ്ങിക്കാറില്ലല്ലോ. അപ്പോൾ ആ മരുന്നിനൊക്കെ ദീർഘകാലം ചിലപ്പം വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അത് കേടായി പോകും. അപ്പോൾ ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ തൊടാതെ ഇതുപോലെ ഇങ്ങനെ അങ്ങ് എടുത്ത് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഒരു കാരണവശാലും കൈ തൊടരുത് ഈ ചെറുതേൻ എടുക്കുമ്പോൾ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ചെറുതേൻ എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടേ. നിങ്ങൾ സൈറ്റിൽ കയറി ചാനലിൽ കയറി കണ്ടാൽ മതി. മുഴുവനും നമ്മളൊരു കൂട്ടിയ തേൻ എടുക്കരുത്. നല്ല ശുദ്ധമായ തേനാണ്. നല്ല മൂത്ത തേനാകുമ്പോൾ എന്നാ കുഴപ്പം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കളർ കണ്ടോ. തേൻ്റെ കളർ ഒറിജിനൽ തേൻ്റെ മൂത്ത തേൻ്റെ കളർ ഇതാണ്. ഒരു ഇളം ചുവപ്പ് കളർ. ഇളം ചുവപ്പെന്ന് പറയാൻ പറ്റില്ല, വൈൻ കളർ. മുഴുവൻ എടുക്കണ്ട, നമുക്കൊരു കുറച്ചിനകത്ത് ഇരുന്നോട്ടോ. അവന്മാർക്ക് കഴിക്കാനുള്ളത് അതിനകത്ത് വെച്ചേക്കാം. മൂടിക്കെട്ടി വെച്ചുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിനി മൂടി ഞാൻ ഓക്കെ. നല്ല ശുദ്ധമായ തേനാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വിളിച്ചാൽ വാട്സാപ്പിലൊന്ന് വിളിച്ചാൽ മതി, ഞാൻ തരാം. ഇതിപ്പോൾ 1 കിലോ ഒന്നും എടുക്കണമെന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം ഇപ്പോൾ ഫ്ലാറ്റുകളിലോ എൻ്റെ അന്യസംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ അകലെയുള്ള സുഹൃത്തുക്കൾക്ക് ഒരു 100 ഗ്രാം തേൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ 100 ഗ്രാം നിങ്ങൾക്ക് അയച്ചു തരാം. ചെറിയ ടിന്നകത്തിട്ട് അയച്ചു തന്നാൽ പോരെ. അപ്പോൾ അതങ്ങനെ തരാം. പിന്നെ 1 കിലോ വേണമെങ്കിൽ 1 കിലോ തരാം, കുഴപ്പമില്ല. ഇത് നമ്മൾ കൈയൊക്കെ തൊടാതെ ഇത്രയും പരിശുദ്ധമായിട്ട് എടുക്കുമ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ നല്ല കേട്ടോ. ഈ ചെറുതേൻ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലല്ലേ നമുക്ക് ആവശ്യം ശരിക്കും. അപ്പോൾ പെട്ടെന്നൊരു 1/2 സ്പൂൺ ചെറുതേൻ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി കടയിൽ പോകണ്ട. നമ്മുടെ വീട്ടിൽ ഒരു 100 ഗ്രാം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു 100 ഗ്രാം വേണമെങ്കിൽ നിങ്ങൾ എന്നെ ധൈര്യമായിട്ട് വിളിച്ചോ, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മൾ ഒരു കാരണവശാലും ഇതിനകത്ത് കൈ തൊടരുത്. ഈ തേനെടുക്കുമ്പോൾ പലർക്കും അറിയാമായിരിക്കും, പക്ഷേ അവരുടെ ധൃതിക്കനുസരിച്ച് അവർ ബിസിനസ്സായിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് ഞെക്കി പിടിച്ചൊക്കെ ചാടിക്കും. ഇത് നമ്മളെടുത്താൽ കളയുക, അതിൽ നിന്ന് അങ്ങ് എടുത്ത് കളയുക. നമുക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്, മതിയാവും. ഈ തേനെടുത്തതിന് ശേഷം ഇവിടെ തുളയിട്ട് കൊടുക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാർ തേനീച്ചയിലെ തേനെല്ലാം കൂടെ ഉമ്മാർ ഇതിനകത്ത് കെട്ടിക്കിടക്കും. ഇതങ്ങ് കുറേ ഒഴുകി പോകണം. നമ്മളടുത്ത് കുറേ ലൂസായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കുറേ അങ്ങ് ഒഴുകി പോകണേ. അപ്പോൾ ഒരു ചെറിയ തുളയും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ശകലം ഈ ഒഴുകുന്ന തേനൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി മാറിയിരുന്നു. കാഞ്ഞിരപ്പൂവൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിനകത്തെ, അതുകൊണ്ട് ചെറിയൊരു കയ്പുണ്ട്.
ഇപ്പോൾ നമുക്ക് നല്ല ചൂടാണ്. ഇടവമാസം കാലത്ത് ഈ തെളിയുന്ന വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളെ കിളികളൊക്കെ വിഷമിച്ചു. ഈ വെള്ളം അതുങ്ങൾക്കും കൊടുക്കണം. അപ്പോൾ അടുത്ത കൃഷി വിശേഷവുമായിട്ട് ഞാൻ അടുത്ത ദിവസം മറ്റൊരു കൃഷിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. കൃഷി ഇപ്പോൾ പുതുമഴയൊക്കെ തുടങ്ങിയല്ലേ, അപ്പോൾ കൃഷി കാര്യങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ കൃഷിക്ക് അങ്ങ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.